ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനമെന്ന വാള് തിന്മകളെ മുഴുവൻ അറുത്തു മാറ്റട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയില് ഇന്ന് പകൽക്കാലം സ്തോത്രം സകല തിന്മകളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. പകരം ദൈവകൃപയുടെ നന്മ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പെയ്തിറങ്ങട്ടെ. കരങ്ങളെ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. യഹൂദ അവൻ നല്ലൊരു മനുഷ്യൻ അല്ല, എന്നാൽ അവന് നല്ലൊരു സ്തോത്രം ഭാര്യ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് താമാർ. എല്ലാ സഹോദരിമാരും പറഞ്ഞാട്ടെ താമാർ. ഓ കേട്ടില്ല, ഒരിക്കൽ കൂടെ വീട്ടിൽ പറയുന്ന പോലെ പറഞ്ഞേ സഹോദരിമാരെ എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞേ താമാർ. ഓ കമാൺ, കേട്ടില്ല. ആ ഫോണിൽ പറയുന്നത് പോലെ പറഞ്ഞാട്ടെ. രാവിലെ 4 മണിക്ക് തുടങ്ങിയാൽ പുലർക്കാലം 2:30 മണിക്കല്ലേ തീരത്തുള്ളൂ. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ താമാർ. എക്സാക്ട്ലി. എന്തുകൊണ്ടാണ് താമാർ എന്ന് ഞാൻ മൂന്നാമതും പറയിപ്പിച്ചത്? എന്റെ മുൻപിലുള്ള കുടുംബങ്ങൾ തകരാതെ നിൽക്കുന്നത് കർത്താവ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ നിമിത്തമാണ്. നിന്റെ കുടുംബം സ്തോത്രം നിലംപൊത്താതിരിക്കുന്നത്, നിന്റെ വീടിന് അനുഗ്രഹം എന്ന് പറയുന്നത് പുറത്തോടി നടക്കുന്ന നിന്റെ ഭർത്താവല്ല, അകത്ത് ജ്വലിക്കുന്ന വിളക്ക് പോലെ കാണുന്നതായ ചില ആന്റിമാർ എൻ്റെ മുൻപിലുണ്ട്, ചില അമ്മമാർ എൻ്റെ മുൻപിലുണ്ട്, ചില സഹോദരിമാർ എൻ്റെ മുൻപിലുണ്ട്. നിങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഓ സഹോദരന്മാർ മാത്രം കരങ്ങളെ അടിച്ച് ഇതുവരെ അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ, ജീവിതത്തിൽ ആദ്യമായി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താട്ടെ. കമോൺ, ഹല്ലേലൂയ. കൈക്കടിക്ക് ആരോഗ്യം പോരല്ലോ. കമാൻ, ആ കരങ്ങളെ അടിച്ച് ശക്തിയോടെ. യെസ്, ഹല്ലേലൂയ. താമാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാം ട്രീ, ഈത്തപ്പന, ഈന്തപ്പന. അതിനർത്ഥം ഈ അടുത്ത കാലത്തെങ്ങും അത് ഉണങ്ങിപ്പോകത്തില്ല. ഈ അടുത്ത കാലത്തെങ്ങും അത് ഉണങ്ങിപ്പോകത്തില്ല. ഓ, ഒരു ഈന്തപ്പന ഉണങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ സഹോദരിമാർക്ക് മാത്രമല്ല, സഹോദരന്മാരെ നോക്കി, സഭയെ നോക്കി ഞാൻ പറയട്ടെ. ആ സങ്കീർത്തനത്തിന് വാക്യം ശബ്ദമുയർത്തി വന്ന് പറഞ്ഞാട്ടെ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ദുഷ്ടൻ പന പോലെ. നോ 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 നോ, അത് പിശാചാ പറഞ്ഞത്. തിരുവചനം പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും. സ്വന്തം കരത്തെ മാർവോട് ചേർത്ത് വെച്ച്, നിങ്ങളുടെ പേര് മോഹൻ എന്നാണോ, നിന്റെ പേര് രൂപൻ എന്നാണോ, നിന്റെ പേര് സ്തോത്രം ബോവസ് എന്നാണോ, അതെ സ്വന്തം കരത്തെ മാർവോട് ചേർത്ത് വെച്ച് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ സുരേഷ്, അതെ പന പോലെ തഴയ്ക്കും. എല്ലാവരും പറഞ്ഞാട്ടെ. ഓ കമാൺ, ഹല്ലേലൂയ. പന പോലെ തഴയ്ക്കും. അതിനർത്ഥം ഈ തലമുറയിൽ നീ ഉണങ്ങി നിൽക്കുന്നത് ആരും കാണുക ഇല്ല. ഹല്ലേലൂയ. ഉണങ്ങിയവരാണെങ്കിലും ശരി, ഉണങ്ങാൻ പോകുന്നവരാണെങ്കിലും ശരി, അവരെല്ലാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ മാസത്തെ പ്രസരിപ്പല്ല, അടുത്ത മാസത്തില്, ഈ വർഷത്തെ പ്രസരിപ്പല്ല, അടുത്ത വർഷത്തില് യേശുവിന്റെ നാമത്തിൽ ഇത് തളരുന്ന തലമുറയല്ല, ഇത് വളരുന്ന തലമുറയത്രേ, ഇത് വിശാലമാകുന്ന തലമുറയത്രേ. നീതിമാൻ പന പോലെ തഴയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പന ഒറ്റത്തടിയായി വളരുകയാണ്. പന ഒറ്റത്തടിയായി വളരുകയാണ്. ഒറ്റത്തടിയായി വളരുന്നതാണ് പന. അതിനെ പോലെ ആകാൻ ശ്രമിക്കുന്ന പലരുണ്ടായിരിക്കും. എന്നെ പോലെ പ്രസംഗിക്കാൻ ശ്രമിക്കുന്ന പലരുണ്ടായിരിക്കും. എന്നെ പോലെ ഓട്ടർ കോൾ കൊടുക്കാനും എന്നെ പോലെ സ്തോത്രം അതേ ശുശ്രൂഷിപ്പാൻ ശ്രമിക്കുന്ന ഒരുവൻ പലരുണ്ടായിരിക്കും. എന്നാൽ സിനിമാല അല്ല ആത്മീയ ശുശ്രൂഷ, മിമിക്രി അല്ല ആത്മീയ ശുശ്രൂഷ. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. ഓ, മറ്റൊരുത്തനെ പോലെ ആകുന്ന കാർബൺ കോപ്പി അല്ല സ്തോത്രം ആത്മീയ ശുശ്രൂഷ. എന്റെ കർത്താവ് എന്നെ നോക്കി നിങ്ങളെ നോക്കി പറയും, നിന്നെ പോലെ ഒരാളിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. Yes, yes, yes. Hallelujah, 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 hallelujah. ആ പാട്ട് കേട്ടപ്പോൾ നമ്മൾക്ക് തോന്നി ലോഡ്സൺ ആണോ പാടുന്നത്, ജിസൺ ആണോ പാടുന്നത്? ചിലപ്പോൾ മനുഷ്യന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരപ്പനിൽ നിന്ന് ഒരമ്മയിൽ നിന്ന് ജനിച്ചു വന്നത് കൊണ്ട് ഒരേപോലെ ആയിരിക്കത്തില്ല. സുജിത്താണെങ്കിലും ശരി, സുരേഷ് ആണെങ്കിലും ശരി, there is difference. എലോഹിമിന് പറവാൻ കൊണ്ട് കഴിയും. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ദൈവം അല്ല. ഓ കമോൺ, എത്ര പേർ ആമേൻ പറയുന്നു? ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ദൈവമല്ല. എലോഹീം അവൻ ഒറിജിനൽ ദൈവമാണ്. അവൻ ഒറിജിനൽ ആയതുകൊണ്ട് നിന്നെ പോലെ വേറെ ഒരുവൻ ഇല്ല, നിന്നെ പോലെ വേറെ ഒരുവൾ ഇല്ല. യു ആർ യുണീക്ക്. നിന്നെ പോലെ വേറൊരാൾ ഇല്ല, നിന്നെ പോലെ വേറെ ഒരുവൾ ഇല്ല. ഓ, നീ പനയാണ്, നിനക്ക് ബ്രാഞ്ച് ഓഫീസ് ഇല്ല. നീ ഒറ്റത്തടിയായി വളരുകയാണ്, നീ വളരുകയാണ്, നീ വളരുക.
വളരുകയാണ്. എവിടാ നീ വളരുന്നത്? നല്ല വെള്ളവും നല്ല വളവും നല്ല ഡീക്കനും നല്ല ടീച്ചേഴ്സും നല്ല സാഹചര്യത്തിലെല്ലാം നീ വളരുന്നത്. നീ ഞാനും വളരുന്നത് മരുഭൂമിയിലാണ് വളരുന്നത്. ഏറ്റവും ചൂടുള്ളതായ സ്ഥലത്ത്, ഫേവറബിൾ കണ്ടീഷനിൽ അല്ല. ഒറ്റ കാര്യം പോലും അനുകൂലമല്ല, പ്രതികൂലം നിറയപ്പെട്ട സ്ഥാനത്ത് തളരാതെ നമ്മൾ വളരുകയാണ്. കമോൺ, വാ, ഈ തലമുറയിലൊന്ന് കാണിക്ക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യത്തിൽ ദൈവകൃപയാൽ ഞാൻ വളരുകയാണ്. പ്രതികൂലത്തിൽ തളരുകയല്ല. പ്രതികൂലത്തിൽ തളർന്നപ്പോൾ പോലും ഈ മഴയിൽ ഇന്ന് പകൽക്കാലം പുഷ്ടി പ്രാപിക്കട്ടെ. പ്രതികൂലത്തിൽ തളർന്നവർ പോലും, പ്രതികൂലത്തിൽ മുറിവേറ്റവർ പോലും, കമാൻ, വാ തുറന്ന് സ്തോത്രം പറ. ദൈവം നിനക്ക് പുഷ്ടി കൊണ്ടവരും ഉണങ്ങിയവരും കൊടുങ്കാറ്റ് അനുഭവിച്ചവരും ദൈവത്തിന്റെ കൃപയാൽ തഴക്കട്ടെ. മരുഭൂമിയിലാണ് ഫന തഴയ്ക്കുന്നത്. താമാർ പറയും സ്തോത്രം, അതെന്റെ സ്റ്റോറിയാണ്, എനിക്കൊന്നും സ്തോത്രം അനുകൂലമല്ല. തമാർ എന്ന് പറഞ്ഞാൽ ഇന്ത ഫന, മരുഭൂമി പോലെയാണ് അവരുടെ ജീവിതം. ജീവിതത്തിൽ സ്തോത്രം പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീട്ടിൽ മരിച്ചു എങ്കിൽ, നിങ്ങളുടെ വീട് മരണം കണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് എല്ലാവരെയും സംരക്ഷിക്കട്ടെ, എല്ലാവരും നടത്തട്ടെ. മരണം വളരെ ഒരു വേദനയാണ്. മരണം സ്തോത്രം വളരെ ഒരു ദുഃഖം തരുന്നതാണ്. തമാർ പറയും, ഞാൻ മരണം കണ്ടു. ഒന്നല്ല ഞാൻ കണ്ടത്, ഞാൻ 2 മരണം കണ്ടു. 2 മരണം ഞാൻ കണ്ടു. സ്തോത്രം. അതേ ന്യായപ്രമാണം അനുസരിച്ച് മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ അതേ പ്രമാണം പണ്ടേ പ്രാക്ടീസ് ചെയ്തതിനനുസരിച്ച് എല്ലാം പറയാൻ എനിക്ക് നേരെയില്ല. സ്തോത്രം. അതേ തൻ്റെ ഭർത്താക്കന്മാർ മരിച്ചു അന്നത്തെ സിസ്റ്റം അനുസരിച്ച്. ഇന്ന് ഭർത്താക്കന്മാർ ഇല്ല, ഇന്ന് ഭാര്യമാരും ഇല്ല. സ്തോത്രം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. ഹല്ലേലൂയ. സ്തോത്രം. ആരും എന്നെ തുറിച്ചു നോക്കി. സ്തോത്രം. അതേ യേശുവിന്റെ രക്തത്താൽ ജയം. പഴയ നിയമമാണ് ഞാൻ പറയുന്നത്. അവൾ ഒന്നിനു പിറകെ ഒന്നായി 2 മരണം കണ്ടു. ഒന്നിനു പിറകെ ഒന്നായി 2 മരണം അവൾ കണ്ടു. ഇന്ന് പകൽ മനസ്സിലാക്കുക, അടഞ്ഞ പാത്രങ്ങൾ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെല്ലാവരും ഉണ്ട്, എനിക്കെല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞവർ അടഞ്ഞ പാത്രങ്ങളായി സ്തോത്രം ഈ കസേരയുടെ പൊടി തുടയ്ക്കാൻ കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തുന്നത് അടഞ്ഞ പാത്രങ്ങളെ അല്ല, ഒടഞ്ഞ പാത്രങ്ങളെയാണ്. ദാമാർ ഒന്നിനു പിറകെ ഒന്നായി സ്തോത്രം 2 മരണം കണ്ടവളാണ്. മാത്രമല്ല, അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. മനുഷ്യർ അവൾക്ക് നീതി കൊടുത്തില്ല. അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് അവൾക്ക് നീതി വരേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ പാരൻസ് നിനക്ക് നീതി തന്നിട്ടില്ല, നിന്റെ ക്ലാസ്സിലെ ടീച്ചർ നിനക്ക് നീതി തന്നില്ല, ഓഫീസർ നിനക്ക് നീതി തന്നില്ല. എന്തിനേറെ പറയുന്നു, ചർച്ച് പോലും നിനക്ക് കിട്ടേണ്ടതായിട്ടുള്ള നീതിയെ തന്നിട്ടില്ല. ലോകത്തിൽ നിനക്ക് നീതി കിട്ടത്തില്ല. സ്തോത്രം. ഇവിടെ നിന്ന് പട്ടം ജംഗ്ഷനിൽ വലത്തേക്ക് തിരികുമ്പോൾ വലതുവശത്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വഞ്ചൂർ കോടതിയിൽ നിന്നോ അല്ല നിനക്ക് നീതി വരുന്നത്. ഒരു ഏമാനും നിനക്ക് നീതി തരത്തില്ല. നിനക്ക് നീതി വരുന്നത് യഹോവ തിസ്കനു എന്ന ദൈവത്തിൽ നിന്നാണ് നിനക്ക് നീതി വരുന്നത്. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, യേശുവിന്റെ നീതി. പെട്ടെന്ന് പറഞ്ഞാണ്, യേശുവിന്റെ നീതി. സ്തോത്രം. തമാർ അവൾ മരണങ്ങൾ കണ്ടവളാണ്, അവൾ നിലവിളിച്ചവളാണ്. സ്തോത്രം. അത് നീതി നിഷേധിച്ചവളാണ്. എന്നാൽ ആ നീതി നിഷേധിച്ച് സ്തോത്രം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട നന്മ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയിട്ടില്ല. നമ്മൾ പലരുമാണെങ്കിൽ അയ്യോ കിട്ടേണ്ടത് എനിക്ക് കിട്ടിയില്ല കേട്ടോ, അവർ തന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിതാ വൈവിധ്യ വസ്ത്രമൊക്കെ ധരിച്ച്, വിധവയുടെ വസ്ത്രമൊക്കെ ധരിച്ച്, ചാക്ക് ശീലയൊക്കെ മൂടി ആ വീടിൻ്റെ ഏറ്റവും ഇരുളടഞ്ഞതായ റൂമിന് അകത്ത് നമ്മളിരുന്ന് ജീവിതം തുരുമ്പ് പിടിച്ച് തകർന്ന് പോകുമായിരുന്നു. അതെ, കാരണം എൻ്റെ ബൈബിളിൽ 5 അധ്യായം വിലാപം ഉണ്ടെങ്കിൽ 150 അധ്യായം സങ്കീർത്തനമുണ്ട്. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ എല്ലാം വസ്ത്രത്തെ കർത്താവ് മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ എല്ലാം യൂണിഫോമിന് ദൈവം മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ എല്ലാം പിശാചും സാഹചര്യവും മനുഷ്യനും വലിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ വസ്ത്രത്തെ കർത്താവ് വലിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിപ്പാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി, ഉണ്ടാകാൻ പാടില്ലാത്തത് ഉണ്ടായി പോയി.
അതുകൊണ്ട് സ്തോത്രം, ഞാനത് കരഞ്ഞ് വലഞ്ഞ് നിരാശപ്പെട്ട്, അയ്യോ അവരെനിക്ക് നീതി തന്നില്ല, എനിക്ക് മാത്രം ഇതില്ല, ഞാൻ മാത്രം ഇങ്ങനെ കരയുന്നു, ഞാൻ മാത്രം ദുഃഖപുത്രിയായിരിക്കുന്നു, ഞാൻ മാത്രം ദുഃഖപുത്രനായിരിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ഇരുളടഞ്ഞ് ഇൻട്രോവേർട്ടായി ആരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ, ആൾക്കാരെ കാണുന്ന എനിക്ക് ദേഷ്യമാണ്, ആരുടെയും സ്തോത്രം അതേ മുൻപിൽ ഞാൻ പ്രത്യക്ഷപ്പെടാതെ, ആരെയും ഞാൻ കാണാതെ ഞാൻ അടച്ചിട്ട റൂമിനകത്ത് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വരും, സന്ധ്യയുണ്ടോ കരച്ചിൽ വരും. എല്ലാ സഭയ്ക്കും ഓരോ സന്ധ്യയുണ്ട്, എല്ലാ ശുശ്രൂഷകൾക്കും ഓരോ സന്ധ്യയുണ്ട്, എല്ലാ കുടുംബങ്ങൾക്കും ഓരോ സന്ധ്യയുണ്ട്, എല്ലാ വ്യക്തികൾക്കും ഓരോ സന്ധ്യയുണ്ട്. എന്നാൽ പന്ന പിശാചെ, കള്ളം പറയുന്ന സാത്താനെ, ഇത് ചപ്പാത്തി പോലെ പരന്ന ലോകമല്ല, ഇത് ഉരുണ്ട ഭൂമിയാണ്. ഒരിക്കൽ കണ്ണുനീർ വന്നെങ്കിൽ, ഒരിക്കൽ ഒരു വശത്ത് സന്ധ്യ വന്നെങ്കിൽ, കാത്തിരിക്ക്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. കാരണം ഒരു വശത്ത് നിനക്ക് സന്ധ്യ വന്നെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പ്രഭാതവും വരുന്നുണ്ട്. ഹല്ലേലൂയ. പുതിയൊരു പ്രഭാതവും വരുന്നുണ്ട്, കണ്ടിട്ടില്ലാത്ത പുതിയൊരു സീസൺ വരുന്നുണ്ട്. നിന്റെ ചാപ്റ്റർ മറ്റൊന്ന് മാറുവാൻ വേണ്ടി പോകുന്നു, നിന്റെ സാഹചര്യം മാറുവാൻ വേണ്ടി പോകുന്നു. ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ കയറി ഇറങ്ങിയവർ തകർത്തവരാണെങ്കിൽ, നിന്നെ പണിയുന്നവരെ ദൈവം നിനക്ക് തരുവാൻ വേണ്ടി പോകുന്നു. ഇന്നലകൾ നിങ്ങളെ പൊളിച്ചിട്ടവരാണെങ്കിൽ, ഇന്നലകൾ നിന്നെ മുറിവേൽപ്പിച്ചവരാണെങ്കിൽ, അപവാദം പറഞ്ഞവരാണെങ്കിൽ, എന്റെ ദൈവം ഈ ദിവസങ്ങൾ ആഹാരനെ പോലെ സൂര്യനെ പോലെ നിന്റെ കൈരങ്ങളെ ഉയർത്തി നിന്റെ ലക്ഷ്യത്തിൽ എത്തി ചിലരെ ദൈവം തരുവാൻ വേണ്ടി പോകുന്നു. തമാർ മനസ്സിലായി, സ്തോത്രം. അതെ, അവളെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എഴുത്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുത്, സ്മോൾ ലെറ്ററിലല്ല, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഞാൻ എഴുതി, an aggressive lady. ഹല്ലേലൂയ. അഗ്രസീവ് ലേഡി. ചിലർ പിള്ളേരെ അടിക്കുന്നതിലാണ് അഗ്രസീവ് കാണിക്കുന്നത്, ചിലര് പിള്ളേരെ വഴക്ക് പറയുന്നതിലാണ് അഗ്രസീവ് കാണിക്കുന്നത്, ചിലരെല്ലാം പൂച്ച പോലെ വരും ചർച്ചിൽ, കർത്താവേ ഇതിന്റെ ഒറിജിനൽ സ്വഭാവം കാണുമെങ്കിൽ വീട്ടിൽ പോകണം. സ്തോത്രം. അതെ, അവര് പല കാര്യങ്ങൾ അഗ്രസീവാണ്. പക്ഷേ നീ അഗ്രസീവ് ആണെങ്കിൽ, ഞാൻ അഗ്രസീവ് ആണെങ്കിൽ, നീയും ഞാൻ അഗ്രസീവ് കാണിക്കേണ്ടത് ഭൗതികത്തിനല്ല. വാ, ഈ തലമുറയിൽ നമുക്ക് ആ ഒരു അഗ്രസീവ് നേച്ചർ എന്ന് കാണിക്കാം. ഹല്ലേലൂയ. ജീവിതം ഇതല്ല, ഇതിനു വേണ്ടിയല്ല ദൈവം വിളിച്ചത്, ഇതിനു വേണ്ടിയല്ല അവസാനത്തുള്ളി രക്തം വരെ അവൾ കാൽവരി ക്രൂശിന്മേൽ ഒഴുക്കിയത്. ഇങ്ങനെ ജീവിതം തുരുമ്പ് പിടിച്ച് തകർന്ന് നിലവിളിച്ചു പോകാനല്ല അവൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നത്. ഇങ്ങനെ നീ തൊലഞ്ഞ് നാമാവേശമായി സമൂഹത്തിന്റെ നടുവിൽ ക്വസ്റ്റ്യൻ മാർക്കായി വളഞ്ഞു നിൽക്കാനല്ല ഈ ചർച്ചിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത്. പകരം നീ മേലാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ല, ആണിപ്പഴുതുള്ള കരം നിന്നെ തൊടുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കായി, ഒരു ആശ്ചര്യ ചിഹ്നമായി തല കുനിഞ്ഞിരിക്കുന്ന എല്ലാം തല ഉയർത്തട്ടെ. തല ഉയർത്തട്ടെ. എവിടെയാണോ തല കുനിഞ്ഞത് ആ ഓഫീസിൽ തല ഉയർത്തട്ടെ. ഏത് ബന്ധുക്കളുടെ നടുവിൽ തല കുനിഞ്ഞു അവിടെ തല ഉയർത്തട്ടെ. പാസ്റ്റേഴ്സ് ഏത് സെന്ററിൽ തല കുനിഞ്ഞു അവിടെ തല ഉയർത്താൻ നേരമായി. ചുറ്റുമുള്ളവർ കാണട്ടെ, നീ ക്വസ്റ്റ്യൻ അല്ല, നീ ഒരു ആശ്ചര്യമാണ്. നിന്റെ നേരെ കൊടുങ്കാറ്റുകളും പേമാരികളും കടന്നു വന്നു, ഒന്നിനു പേർക്ക് ഒന്നായി പല തകർച്ചകൾ ഉണ്ടായി. പക്ഷേ എന്നിട്ടും അവയ്ക്ക് നിന്നെ തകർക്കുവാൻ കഴിഞ്ഞില്ല. നീ ഒരു മിറക്കിളാണ്, നീ ഒരു ആശ്ചര്യമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്ന ഒരാൾ ഹൈ ഫൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഞാൻ നടക്കുന്ന അത്ഭുതമാണ്. പെട്ടെന്ന് പറ, ഞാൻ നടക്കുന്ന അത്ഭുതമാണ് യേശുവിന്റെ നാമത്തിൽ. അവൾ പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇപ്പോഴത്തെ സമയം വന്നിരിക്കുന്നു, എനിക്ക് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല. ആ വീട്ടുകാർ എനിക്ക് നീതി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്? യഹൂദ എനിക്ക് നീതി തരത്തില്ല. കാരണം അവന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നേച്ചറാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാനിനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഓ, കൊറോണ വന്നു പോയി. സ്തോത്രം. ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ കൊറോണ ചത്തു എന്നാണ് തോന്നുന്നത്. സ്തോത്രം. അതെ, അതുകൊണ്ടാണ് ഇത്രയും പേർ ഇന്ന് പകൽ ഇവിടെ ഈ ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞ് വന്നത്. സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്.
കേട്ടില്ല. ഒരിക്കൽ കൂടെ അവൾ പറഞ്ഞു, സ്തോത്രം, നോ നോ നോ, ഞാൻ ഇങ്ങനെ അടങ്ങി ഇരുന്നാൽ പറ്റത്തില്ല. അവൾ തൻ്റെ മനസ്സിനെ അങ്ങ് മാറ്റി. അവൾ പറഞ്ഞു, എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം പിശാചിനോട് പറഞ്ഞാട്ടെ, എൻ്റെ മനസ്സ് മാറാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങൾ കേട്ടില്ല. ഒരിക്കൽ കൂടെ, എൻ്റെ മനസ്സ് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മനസ്സ് മാറ്റാൻ ജഗതാനെ, ഞാൻ പഴയ മനസ്സിലല്ല ജീവിക്കുന്നത്. ഒരു പുതിയ മെന്റാലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് പഴയ രീതിയിലല്ല. അവൾ എഴുന്നേറ്റു. തൻ്റെ മൂടുപടം, തൻ്റെ വൈവിധ്യ വസ്ത്രം അവൾ മാറ്റിവെച്ചു. താൻ വിധവ എന്ന് സമൂഹം മുഴുവൻ മുദ്ര കൂട്ടിയിരുന്ന, അയ്യോ അവക്കില്ല കേട്ട എന്ന് പറയുന്ന നോ, ആ വസ്ത്രം അവൾ മാറ്റിവെച്ചു. അവൾ പറഞ്ഞു, സ്തോത്രം, ലോകം ഇട്ടതായ യൂണിഫോം ഞാൻ എടുത്തു മാറ്റി. എൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പൊരുതുവാൻ പോകുകയാണ്. നിങ്ങൾ കേട്ടില്ല. ഒറ്റ പ്രസംഗമാണത്. ലോകം എൻ്റെ മേൽ ഇട്ടതായ തിന്മയുടെ, ദുഃഖത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, നിലവിളിയുടെ, മരണത്തിൻ്റെ ആ യൂണിഫോം ഞാൻ എടുത്തു മാറ്റി. എൻ്റെ അവകാശത്തിന് വേണ്ടി, എൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പൊരുതുവാൻ പോകുകയാണ്. ഇന്ന് പകൽ ഈ മൈക്കല്ല, ഒരു ആർമി ക്യാപ്റ്റൻ എന്നതുപോലെ സ്തോത്രം, അതെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ട്രൂപ്പിനെ നോക്കി, തൻ്റെ അണികളെ നോക്കി ക്യാപ്റ്റൻ പറയുന്നത് പോലെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതിയാട്ടെ. നിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതിയാട്ടെ. കമോൺ കമോൺ കമോൺ, ചേഞ്ച് യുവർ മൈൻഡ്. മനസ്സ് മാറ്റ്, മനസ്സ് മാറ്റ്, മനസ്സ് മാറ്റ്. പൊരുതിയാൽ കിട്ടും, പൊരുതിയാൽ കിട്ടും, പൊരുതിയാലേ കിട്ടത്തുള്ളൂ. അത് വീട്ടിൽ വന്ന് കയറത്തില്ല. ഇങ്ങനെ വരുമെങ്കിൽ അനുഭവിക്കാം. നോ, അത് വരത്തില്ല, അത് വരത്തില്ല. യു നീഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. നീ അതിനു വേണ്ടി പൊരുതണം, നീ അതിനു വേണ്ടി പൊരുതണം. നിന്റെ അവകാശത്തിന്, ആ ഡിഗ്രിക്ക്, ആ ഡിഗ്രിക്ക്, ആ ഡിഗ്രി, യെസ് യെസ് കുഞ്ഞെ, അതിനു വേണ്ടി നീ പൊരുതണം. ആ അഡ്മിഷൻ, ആ അഡ്മിഷൻ, അതിനു വേണ്ടി നീ പൊരുതണം. ആ ശുശ്രൂഷ, ആ ശുശ്രൂഷ, കമോൺ, ആ ശുശ്രൂഷ, അതിനു വേണ്ടി നീ പൊരുതണം. യെസ്, ആ ആത്മതലം, അതിനു വേണ്ടി നീ പൊരുതണം. ദൈവം നിന്നെ കുറിച്ച് കണ്ടതായ ആ പ്രത്യേക പ്രവൃത്തി, അതിനു വേണ്ടി പൊരുതണം. കമോൺ, ഇന്ന് പകൽക്കാലം തുരുമ്പുകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം തുരുമ്പുകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം മനസ്സുകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം പാസീവ് മെന്റാലിറ്റിയിൽ നിന്ന് ആക്റ്റീവ് മെന്റാലിറ്റിയായി, പാസീവ് മെന്റാലിറ്റിയിൽ നിന്ന് ആക്റ്റീവ് മെന്റാലിറ്റിയായി ദൈവത്തിന്റെ ജനം എഴുന്നേറ്റ് പറയട്ടെ, എന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പൊരുതുവാൻ തീരുമാനിക്കുന്നു. ഞാൻ പൊരുതുകയാണ്. തമാർ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളെ സ്തോത്രം വസ്ത്രം മാറി അവൾ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന്. സ്തോത്രം, അവൾ അവിടെ കാത്തിരുന്നു. അവളുടെ വരവും അവളുടെ മാറ്റവും റൂമിൽ നിന്നുള്ള പുറത്തിറങ്ങി നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഫിലിപ്പിയർ 2:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫിലിപ്പിയർ 2:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി കർത്താവ് തന്റെ മിഷന് വേണ്ടി കടന്നു വന്നതുപോലെ കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കാതെ, കർത്താവ് തന്റെ സ്വർഗത്തിൽ ഇരിക്കാതെ, മാലാഖമാരുടെ മധ്യത്തിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി, കംഫർട്ടായി ആരാധനയൊക്കെ അനുഭവിച്ച് കർത്താവ് ഒരു കുഴപ്പമില്ല, സ്തോത്രം, തന്റെ കംഫർട്ട് സോണിൽ അവൻ ഇരിക്കാതെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് കൊണ്ട് അവന് സഭയെ കിട്ടി എങ്കിൽ അവകാശത്തിന് വേണ്ടി പൊരുതുവാൻ വേണ്ടി എഴുന്നേറ്റാട്ടെ. നീ ഒത്തിരി വർഷങ്ങൾ വെറുതെ കളഞ്ഞു. നീ താലന്തുള്ളവൻ, വിളിയുള്ളവൻ, സർട്ടിഫിക്കറ്റ് ഉള്ളവൻ, ഡിഗ്രി ഉള്ളവൻ, നീ ഒത്തിരി വർഷം കഴിഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. നിന്റെ ജീവിതം വ്യത്യാസപ്പെടാൻ നീ ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ല, നീ ഒരു ആശ്ചര്യ ചിഹ്നമായി നിൽപ്പാൻ നിന്റെ മനസ്സ് മാതിരിയാണ്. നിന്റെ നിരാശയുടെ റൂമിൽ നിന്ന് പുറത്തുവാ. ഇനി ആ സ്യൂട്ട് കൊണ്ട് പ്രയോജനമില്ല കേട്ടോ. ഇനി ആ ടൈ കൊണ്ട് പ്രയോജനമില്ല. ഇനി അത് കളയാമെന്ന് വെച്ചിരിക്കുന്നത് എന്റെ എക്സിക്യൂട്ടീവ് ഡ്രസ് യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങൾ കഴുകി തുടച്ച് അത് റെഡിയാക്കി വെക്ക്. ഒരു പെട്ടി പാക്ക് ചെയ്ത് വെക്ക്. വളരെ ദീർഘദൂരം നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്. കമാൺ, ആരോടാ ഞാൻ പ്രവചിച്ച്? ദീർഘദൂരം നിനക്ക് യാത്ര ചെയ്യാനുണ്ട്. ദീർഘദൂരം നിനക്ക് യാത്ര ചെയ്യുവാൻ ഉണ്ട്. ഈ ചൂരൽ ചെടിയുടെ തണലിൽ നീ അവസാനിക്കത്തില്ല. ഈ നിരാശ ഗാനം കൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല. ഈ കണ്ണുനീർ കൊണ്ട്, ഈ പ്രശ്നം കൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്നിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയാണ്. Pack your bag. Hallelujah.
നിനക്ക് വളരെ ദൂരം ഇനിയും യാത്ര ചെയ്യുവാനുണ്ട്. വളരെ ദൂരം നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്. അല്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ട് പുതിയ ഡ്രസ്സാണ്. സ്തോത്രം. ആ തെരുവിലേക്ക് അവൾ ഇറങ്ങിപ്പോയി. അത് നല്ലൊരു സാഹചര്യമല്ല. സ്തോത്രം. അത് അപമാനിതർ നിൽക്കുന്നതായ ഒരു സ്ഥലത്താണ് അവൾ ഇറങ്ങിപ്പോയത്. ഞങ്ങളുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഞങ്ങളുടെ സ്റ്റാറ്റസ്, ഞങ്ങളെ വലിയ കുടുംബക്കാർ എന്ന് പറയുന്നത് അത് സ്തോത്രം, അത് ഷോക്കേസിലിരുന്ന് പൊടിയും സ്തോത്രം പൂപ്പയും അടിച്ച് ഇല്ലാതാകത്തേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആരാണോ സ്റ്റാറ്റസ് നോക്കാതെ, പേര് നോക്കാതെ ഇറങ്ങി വന്നത്, അവരാണ് ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടത്, കൊയ്ത്ത് കണ്ടത്. യേശു കർത്താവ് സ്റ്റാറ്റസ് നോക്കിയെങ്കിൽ അവൻ സ്വർഗത്തിൽ തന്നെ ഇരുന്നേനെ. എന്നാൽ അവൻ ക്രൂശിലേക്ക് ഇറങ്ങി വന്നത് കൊണ്ടാണ് അവൻ നമ്മെ കിട്ടിയത്. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ഇന്ന് പകൽക്കാലം സ്തോത്രം, അതേ പൊരുതുവാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവളുടെ ആ സ്തോത്രം ഇറങ്ങി വന്നു. അവൾ ഇറങ്ങി വന്ന് സ്റ്റാറ്റസ് നോക്കാതെ തെരുവിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്റ്റാറ്റസ് നോക്കാതെ സ്തോത്രം താമാർ എന്ന യുവതി അവളുടെ ആ തെരുവിൽ നിന്നു. അവളുടെ ഈ എഫർട്ടിനെ ദൈവം മാനിച്ചു. അണ്ടർലൈൻ ചെയ്യൂ, ദൈവം നിന്നെ മാനിക്കൂ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതുപോലെ മാനിക്കുന്നു എങ്കിൽ, കർത്താവിന്റെ മുൻപിൽ നീ അല്പം ഒരു എഫർട്ട് ഇടുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി അല്പം നീ എഫർട്ട് ഇടുന്നെങ്കിൽ, ദൈവം അതിനെ മാനിക്കുന്നവരാണ്. അതെ, അവൾ ഇറങ്ങി വന്നു, ദൈവം മാനിച്ചു. രണ്ടുപേരും നോക്കി പറഞ്ഞാട്ട്, അബ്രഹാം തന്റെ ചെറുക്കനെ പിടിച്ച് മോരിയ മലയിലേക്ക് പോയപ്പോൾ ദൈവം മറുപടി കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യുക? ദൈവം മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ ഇസഹാക്ക് പല കഷണവും ചാരവുമായി തീർന്നേനെ. ദൈവം മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ, ഇന്ന് പലരും ചിന്തിക്കുന്നു, കർത്താവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്തോ ആർക്കറിയാം, കർത്താവ് പ്രവർത്തിക്കുമെന്തോ ആർക്കറിയാം. കർത്താവ് മറുപടി കൊടുക്കാതിരുന്നാൽ, അയ്യോ സ്തോത്രം, നിന്റെ വാഗ്ദത്തം ചാരമായി പോകുക. ദൈവം ഇസ്രായേലിനെ നോക്കി പ്രവർത്തിക്കാതിരുന്നെങ്കിൽ അവർ ഈജിപ്തിൽ ഫറവോന്റെ കീഴിൽ കിടന്ന് ഇന്ന് നാമാവശേഷമായനെ, തകർന്നു പോയേനെ. സ്തോത്രം. അവർ ആ യോർദാനിൽ ഇറങ്ങുമ്പോൾ വെള്ളം വിഭാഗിക്കാതിരുന്നെങ്കിൽ അവരെല്ലാവരും കടലിൽ ഒഴുകിപ്പോയി മുങ്ങി ചത്തേനെ. യോശുവ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനുമോ അതേ സ്തോത്രം നിൽക്കാതിരുന്നെങ്കിൽ, യോശുവ എന്ന റവറൻഡിന്റെ ദൈവദാസന്റെ പരിപാടി ഹത്തം ഹോഗയ അന്നത്തോടെ പുള്ളിയുടെ ശുശ്രൂഷ തീരുമായിരുന്നു. ഏലിയാവ് സകലതും ഒരുക്കി പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങാതിരുന്നെങ്കിൽ ആബിന്റെ വാളിന് നിറയെ ഏലിയാവിന്റെ ചോര സ്തോത്രം പുരളുമായിരുന്നു. പത്മോസിൽ നിന്ന് യോഹന്നാൻ പുറത്തു വരാതിരുന്നെങ്കിൽ സ്തോത്രം, അതേ വെളിപ്പാട് ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്നാൽ വേദപുസ്തകത്തിന്റെ ആരംഭം തുടങ്ങി അവസാനം വരെ എൻ്റെ കർത്താവ് ഇങ്ങനെ നിങ്ങളെ പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവൻ അല്ല. തനിക്ക് വേണ്ടി ആര് നിൽക്കുമോ അവനും ചേർന്ന് നിൽക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി തിരുവനന്തപുരത്ത് ഒന്ന് ഇറങ്ങി നിന്നു നോക്ക്. കർത്താവിന് വേണ്ടി നീ ഇറങ്ങി നിൽക്കുമ്പോൾ നീ ഒറ്റക്കല്ല നിൽക്കുന്നത്. നാലാമനായ തീച്ചൂളയിൽ ഇറങ്ങിയവൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്ക്. കർത്താവ് നിന്നോട് ഇറങ്ങി നിൽക്കും. ഏത് കൾച്ചറുകളിൽ, ഏത് രാജ്യങ്ങളിൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി ആരാണ് ഇറങ്ങുന്നത്, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. എസ് രാജേന്ദ്രൻ എന്ന് പേരുള്ളതായ ഒരു ദൈവദാസൻ ശ്രീലങ്കയിൽ നിന്ന് ഏകദേശം 25 വർഷം മുമ്പ് ഈ പ്രദേശങ്ങളിലെല്ലാം വന്ന് പ്രസംഗിക്കുമായിരുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ട് എസ് രാജേന്ദ്രൻ? കരങ്ങളെ ഉയർത്തിയാട്ടെ. 25 വർഷം മുമ്പ് എസ് രാജേന്ദ്രൻ തമിഴ്നാട് ബോർഡറിലൊക്കെ ധാരാളം താൻ പ്രസംഗിക്കുമായിരുന്നു. സ്തോത്രം. അതെ, പാസ്റ്റർ എൻ പീറ്റർ ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ സ്തോത്രം, എസ് രാജേന്ദ്രൻ, he is an aggressive ദൈവദാസൻ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെ നോക്കി സ്തോത്രം, സുഖം എന്ന് പറഞ്ഞ കർത്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നവന് തേരുണ്ടായിരിക്കും, എന്നാൽ ചൂടായി നിൽക്കുന്നവന് തീ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവന് തേനായിരിക്കും, ഞങ്ങൾക്ക് തീയാവുള്ളത്. സ്തോത്രം. അതേ നോക്കിയാട്ടെ. ഈ എസ് രാജേന്ദ്രൻ പട്ടിണിയായി വസ്ത്രം പോലും ഇല്ലാത്ത തകർന്ന് കിടന്നവനായിരുന്നു. എന്നാൽ കൊളംബോയിൽ, ശ്രീലങ്കയിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി നിന്നു. ഡെയിലി ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഇന്ന് തന്നെ സ്തോത്രം ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് 2-3 ഒക്കെ തട്ടിയിട്ട് വന്ന പാർട്ടികളുണ്ട്. ആരെന്ന് ഞാൻ പറയത്തില്ല, വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. സ്തോത്രം. എന്നാൽ
അതെ, എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നവൻ സ്തോത്രം എന്ന ദൈവദാസൻ ജീവിതത്തിൽ സ്തോത്രം ഒരു ദിവസം ഒറ്റ നേര ഭക്ഷണത്തിലാണ് വർഷങ്ങൾ ജീവിച്ചത്. ഒറ്റ നേര ഭക്ഷണത്തിലാണ് വർഷങ്ങൾ ജീവിച്ചത്. അഗ്രസീവായ ദൈവദാസൻ, സ്റ്റാഫ് ആകട്ടെ കൂടെയുള്ളവരാകട്ടെ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കത്തില്ല. അത്ര അഗ്രവേറ്റഡ് ആയി ദൈവസന്നിധിയിൽ താൻ നിൽക്കുമായിരുന്നു. തന്റെ അഗ്രസീവ് നേച്ചറിനെ കുറിച്ച് പാസ്റ്റർ എൻ പീറ്റർ പറഞ്ഞത്, സ്തോത്രം ഡയബറ്റിക് രോഗം തനിക്ക് കടന്നു വന്നു. കാരണം ദൈവദാസൻ മെഷീൻ അല്ലല്ലോ, ദൈവദാസൻ മനുഷ്യനാണല്ലോ. പലരും ദൈവദാസൻ മെഷീനാകണം, ഒരു എൻ്റർ അടിക്കുമ്പോൾ അങ്ങ് പ്രവർത്തിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവദാസൻ മെഷീൻ അല്ല, ദൈവദാസൻ മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഗ്രസീവ് നേച്ചറാണ് ഞാൻ പറയുന്നത്. കാഴ്ച സ്തോത്രം കുറഞ്ഞു, വളരെ മങ്ങലോടെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ റാന്നിയിൽ ഒരു ക്രൂസൈഡ് ഉണ്ടായി. പാസ്റ്റർ എൻ പീറ്റർ പറഞ്ഞു അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ കൂടെ പാസ്റ്റർ എൻ പീറ്റർ നടക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് പേഴ്സണൽ സെക്രട്ടറിയായി ഒരു ശ്രീലങ്കക്കാരൻ ചെറുക്കനും നടക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റർ എൻ പീറ്റർ ഇങ്ങനെ കൈക്ക് പിടിച്ച് സ്തോത്രം ഈ ദൈവദാസനെ കൊണ്ടുവരികയാണ്. ആർക്കും അറിയത്തില്ല ഈ ദൈവദാസൻ്റെ അവസ്ഥ എന്തെന്ന്. സ്തോത്രം അറിയാൻ നമ്മളൊട്ട് താല്പര്യപ്പെടാറില്ല, അറിയാതിരിക്കുന്ന നല്ലത്. സ്തോത്രം ഹല്ലേലൂയ. ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവരും. പാസ്റ്റർ പീറ്റർ പറയും സ്റ്റെപ്പാണ് സ്റ്റെപ്പ്. അപ്പോൾ കാലെടുത്ത് വെച്ച് അദ്ദേഹം ഇങ്ങനെ സ്തോത്രം കയറും. അങ്ങനെ പാസ്റ്റർ പീറ്റർ കൂടെ നിന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്തോത്രം റാന്നി മീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ അദ്ദേഹം കയറി നിന്നു. തൻ്റെ കാഴ്ച കുറഞ്ഞുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണത്. കാഴ്ച പോയി, ആ കാഴ്ച ആൾമോസ്റ്റ് പോയി. സ്തോത്രം എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ആ മനുഷ്യൻ്റെ നേച്ചർ നോക്കുക, മനുഷ്യൻ്റെ സ്വഭാവം നോക്ക്. അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എവിടെയാണ് ചെകുത്താൻ എനിക്കിട്ട് പണിതത്, അവനിട്ട് ഞാൻ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെട്ടുകയാണ്. വാ വാ വാ, എല്ലാ ഇസബേൽ ഭൂതവും വാ, യേശുവിൻ്റെ രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. വാ സ്തോത്രം. കാഴ്ചയില്ലാത്തവൻ പറയുകയാണ് വാ. ഹല്ലേലൂയ. എന്നിട്ട് താൻ ആത്മാവിൽ ജാഗരിച്ച് താൻ വിളിച്ചു പറഞ്ഞു, റാന്നി ആ ക്രൗഡിനെ നോക്കി, ഇവിടെ 12 കാഴ്ചയില്ലാത്ത വ്യക്തികളുണ്ട്, മുന്നോട്ട് വന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. സ്തോത്രം. 12 കാഴ്ചയില്ലാത്തവർ വന്നു. സ്തോത്രം. തൻ്റെ പ്രത്യേകത, ജനം മുന്നിൽ വന്നെങ്കിൽ ക്രൗഡിലേക്ക് ഇറങ്ങിച്ചെന്ന് കൈ പിടിച്ച് മുന്നിൽ കൊണ്ടുവരും. അത്ര ആക്യുറസിയാണ് ആ മനുഷ്യനുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 പേർക്ക് വേണ്ടി പാസ്റ്റർ എസ് രാജേന്ദ്രൻ പ്രാർത്ഥിച്ചു. ഓ സ്തോത്രം. ആ 12 പേരുടെ കണ്ണുകൾ തുറന്നു. ഇന്ന് പകൽക്കാലം എവിടെ ഇട്ടാണോ ചെകുത്താൻ നിനക്ക് വേണ്ടി പണിതത്, എവിടെ ഇട്ടാണോ പണിതത്, അയ്യോ പാവം ഞാൻ. ആ തിരുവല്ലക്കാരന് കുഴപ്പമില്ല, ആ റാന്നിക്കാരന് കുഴപ്പമില്ല, ആ കോട്ടയച്ചായന് കുഴപ്പമില്ല, ആ കൊച്ചിക്കാരന് കുഴപ്പമില്ല, പാവം ഞാൻ എന്ന് പറഞ്ഞിരിക്കല്ലേ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഈ റൂമിൽ ഞാൻ ഇരുന്നത് മതിയാക്കി, ഈ വസ്ത്രം ധരിച്ചത് ഞാൻ മതിയാക്കി, എൻ്റെ പൊടികളെ ഞാൻ കുടഞ്ഞു കളയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതെൻ്റെ സീസണാണ്. ഓ ഞാൻ ഉണങ്ങാൻ അതേ സാധാ ചെടിയല്ല, ഞാനിതാ പനയാണ്, മരുഭൂമിയിൽ പട്ടുപോകാതെ വളരുന്ന പനയാണ്. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. നീതി നിഷേധിക്കുകയാണ്. യെസ് രാജേന്ദ്രൻ പാസ്റ്റർ എഴുന്നേറ്റ് എന്ന് പറയും, യേശുവിൻ നാമത്തിൽ ഭോ പിശാചേ, യേശുവിൻ നാമത്തിൽ ഭോ പിശാചേ, യേശുവിൻ നാമത്തിൽ ഭോ പിശാചേ, യേശുവിൻ നാമത്തിൽ ഭോ പിശാചേ എന്ന് പറയുമ്പോൾ സ്തോത്രം ജനം കൂട്ടമായി നിലത്ത് വീണു. അടുത്ത് നിൽക്കുന്ന ശ്രീലങ്കക്കാരൻ പറഞ്ഞു കൊടുക്കുക, ഇത്ര പേർ വലതുവശത്ത് വീണു, ഇത്ര പേർ പിന്നിൽ വീണു, ഇത്ര പേർ മുന്നിൽ വീണു, ഇത്ര പേർ ഇടതുവശത്ത് വീണു, ഒരു വശത്ത് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് അയ്യോ പാവ എനിക്ക് മാത്രം കുഴപ്പമെന്ന് പറഞ്ഞല്ല നിന്നത്. പുറത്തിറങ്ങി പ്രയോജനം ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേലെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ കേൾക്ക് ഒരൊറ്റ പെർഫെക്റ്റ് ഒരുത്തനുമില്ല. കൊണ്ടുവാ, ഇല്ലെങ്കിൽ കൊണ്ടുവാ നീ. സ്തോത്രം. അത് ഒറ്റ ഒരുത്തൻ പെർഫെക്റ്റ് പോലുമില്ല. എന്നാൽ സ്തോത്രം പെർഫെക്റ്റ് ഗോഡ് ഇംപെർഫെക്റ്റ് വെസൽസിനെ, പെർഫെക്റ്റ് ആയ ദൈവം ഇംപെർഫെക്റ്റ് ആയ വെസൽസിനെ, അപൂർണമായ പാത്രങ്ങളെ തന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തി. യെസ് ഹല്ലേലൂയ. അവൾ പറയും എനിക്ക് നീതി കിട്ടിയില്ല. അവൾ പറയും സ്തോത്രം ഞാൻ കരഞ്ഞവളാണ്, ഞാൻ നിലവിളിച്ചവളാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പൊരുതുകയാണ്, എൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ പൊരുതുകയാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, അബ്രഹാം ഉയർത്തിയ കത്തിയുടെ മുൻപിൽ ദൈവം അവനെ ആദരിച്ചു. മോശ സ്തോത്രം എന്ന ദൈവദാസനെ ദൈവം ആദരിച്ചു. ഫറവോൻ മുങ്ങി, മോശ മരുഭൂമി
ഭൂമിയിൽ ജനമായി സ്തോത്രം പൊങ്ങി. അതേ യോശുവ പറഞ്ഞു സൗര യുദ്ധം നിശ്ചലമായി. സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥിച്ചു ആമേൻ പറയുന്നതിന് മുമ്പ് ഗും 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 എന്ന ക്രമത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഓ സ്തോത്രം. പത്രോസ് വിരൽ ചൂണ്ടി ഐനിയാസ് സൗഖ്യമായി. പൗലോസ് റൂമാൽ കൊടുത്തുവിട്ടു. എഫെസോസ് മുഴുവൻ മിറക്കിൾ ഹീലിംഗ്സിനാൽ നിറയപ്പെട്ടു. പൗലോസ് സ്തോത്രം അതേ കാരാഗൃഹത്തിൽ കിടന്നു പാടി ദൈവത്തെ സ്തുതിച്ച് അതിനെ പൊളിച്ചു പുറത്തു വന്നു. ഞാൻ പറയുന്നത് ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ദൈവം നിന്നെ ആദരിക്കുകയാണ്. 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ മാനിക്കുന്നു, ദൈവം നിങ്ങളെ മാനിക്കുന്നു. ഓ ദൈവം നിങ്ങളെ മാനിക്കുന്നു. സ്തോത്രം. അതേ തമാർ എന്ന സഹോദരി അവൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി അപമാന ഭാരവും ചുമന്ന് അവൾ ആ തെരുവിൽ നിന്നപ്പോൾ ദൈവം മാനിച്ചു എങ്കിൽ തിരുവനന്തപുരത്തെ നിന്റെ അപമാനത്തിന്റെ സീസൺ അല്ല, ദൈവം തന്നെ മാനിക്കുന്ന സീസണാണ്. ഓ ഹല്ലേലൂയ. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ദൈവം എന്നെ മാനിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവം എന്നെ മാനിക്കും. ചുറ്റുമിരിക്കുന്ന 2 പേരെ വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ മാനിക്കും. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം നിങ്ങളെ മാനിക്കുക, ദൈവം നിങ്ങളെ മാനിക്കുക. എത്ര അങ്ങളെ ദൈവം മാനിക്കുന്നത്, എത്ര ബ്രദറെ ദൈവം നിങ്ങളെ മാനിക്കുന്നത്. എൻ്റെ പുസ്തകം പറയുന്നു, there is always double for your trouble, there is always double for your trouble. കേട്ടില്ല? there is always double for your trouble. നീ അനുഭവിച്ച തിന്മയ്ക്ക് ഇരട്ടി മാന്യതയുണ്ടായിരിക്കും. നീ അനുഭവിച്ച തിന്മയ്ക്ക് ഇരട്ടി നന്മയുണ്ടായിരിക്കും. നീ അനുഭവിച്ച തിന്മയ്ക്ക് ഇരട്ടി അനുഗ്രഹം ഉണ്ടായിരിക്കും. നീ കടന്ന ഇരട്ടി പങ്ക് അഭിഷേകം ഉണ്ടായിരിക്കും. ഇരട്ടി മാനത്തിന്റെ ദിവസങ്ങൾ, ഇരട്ടി അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ, ഇരട്ടി ശക്തിയുടെ ദിവസങ്ങൾ, ഇരട്ടി അഭിഷേകത്തിന്റെ ദിവസങ്ങൾ. യോബ് പറയും, ആ ക്ലബിൽ ഞാനുണ്ട്, എന്റെ ദൈവം എന്നെ ഇരട്ടിയായി അനുഗ്രഹിച്ചു. ഇതൊരു കോമൺ ദൂതല്ല. ഇന്ന് പകൽക്കാലം ആരും അറിയാതെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളിലൂടെ വന്നവരെ നോക്കി എന്റെ ദൈവം പറയുന്നു, ഓ ഒരു കോമൺ അല്ല, അൺകോമൺ കാറ്റ് നീ കണ്ടെങ്കിൽ ഒരു അൺകോമൺ മഹത്വവും നീ ചുമക്കുവാൻ വേണ്ടി പോകുന്നു. Yes, there is always double for your trouble. Yes, double for your trouble. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, താമർ അവളുടെ ഉദ്യമത്തെ ദൈവം മാനിച്ച് അവളുടെ ഉദരത്തിൽ ശിശു ഉണ്ടായി. ഇന്ന് പകൽക്കാലം ഭർത്താക്കന്മാർ കേൾക്കട്ടെ, നിന്റെ മസിൽ പവർ അല്ല ദൈവം മക്കളെ തന്നത്. സഹോദരന്മാർ കേൾക്കട്ടെ, നിന്റെ ഗർഭപാത്രത്തിന്റെ ഫെർട്ടിലിറ്റി അല്ല കുഞ്ഞുങ്ങളെ തന്നത്. സ്തോത്രം. പകരം സ്വർഗത്തിലെ ദൈവമാണ് ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ദൈവകൃപയുള്ള മക്കളെ തന്നത്. എന്നാൽ ദൈവം തിന്മ തന്ന് കരയിപ്പിക്കുന്നവനല്ല. ഒരിക്കൽ കൂടെ, ദൈവം തിന്മ തന്ന് കരയിപ്പിക്കുന്നവനല്ല, ദൈവം നന്മ തന്ന് സന്തോഷിപ്പിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ നിനക്ക് തിന്മയ്ക്കല്ല. അവർ ഉക്രൈനിൽ നിന്ന് വന്നെങ്കിലും, അവർ ഊരമ്പ് നിന്ന് വന്നെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ലോക്കലി പഠിക്കുന്നെങ്കിലും, അവർ ഇന്റർനാഷണലി പഠിക്കുന്നെങ്കിലും, നിന്റെ മക്കൾ നിന്റെ കുടുംബത്തിനും ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹമാണ്. നിന്റെ മക്കളെ കുറിച്ച് നീ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സിറ്റി ഗേറ്റിൽ ദേശാധിപതികൾ നടുങ്ങാൻ പോകുന്നു. ഓ കമാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ജനം ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, പട്ടണവാതിക്കൽ, പട്ടണവാതിക്കൽ, ഓ നിന്റെ മക്കൾ പ്രസിദ്ധരാകാൻ വേണ്ടി പോകുന്നു. തിരുവനന്തപുരം കേൾക്കട്ടെ, ഇത് പാമ്പിന്റെ പട്ടണമല്ല, ഇത് അഭിഷിക്തന്മാരുടെ പേരിൽ, അഭിഷിക്തന്മാരുടെ പേരിൽ ഈ പട്ടണം അറിയപ്പെടട്ടെ. യെസ്, നിന്റെ അഭിഷേകം ഈ പട്ടണത്തിന്റെ നുകത്തെ ഓടക്ക്. നിന്റെ കുഞ്ഞുങ്ങളുടെ അഭിഷേകം ഈ പട്ടണത്തിന്റെ നുകത്തെ തകർക്ക്. വിശ്വസിക്കുന്നവരുടെ വായികൾ തുറന്ന് ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ അവളുടെ ഉദരത്തിൽ ദൈവം ശിശുക്കളെ നൽകിയെന്ന്, ശിശുവല്ല ശിശുക്കളെ നൽകിയെന്ന്. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി പിള്ളേരല്ലെന്ന് പറയുന്ന ആരെങ്കിലും എന്റെ വെബ് സ്ട്രീമിൽ കേൾക്കുന്നെങ്കിൽ, ഈ റൂമിൽ കേൾക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഈ വർഷം നിങ്ങൾ 2 പേരാണ്. താമാറിന്റെ ഉദ്യമത്തെ മാനിച്ച ദൈവം, താമാറിന്റെ വിശ്വാസത്തെ മാനിച്ച ദൈവം ഈ 6-ാം തീയതി നിന്നെ നോക്കി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഉളവാകാത്തത് നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഉളവാക്കുവാൻ പോകുന്നു. അവൾ കണ്ടതായ ട്രബിളിനൊത്തവണ്ണം ഇരട്ടി നന്മയാണ് ദൈവം അവൾക്ക് കൊടുത്തത്. വേദപുസ്തകം പറയും, നമ്മളുടെ ഉദരത്തിൽ ഇരട്ട പിള്ളകളാണ് വളർന്നത്.
സ്തോത്രം അത് മനുഷ്യർക്ക് അറിയത്തില്ല. അവളുടെ ഭർത്താവ്, അവളുടെ സ്തോത്രം അത് അവളുടെ പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ല, അവരുടെ കുടുംബക്കാർക്ക് അറിയത്തില്ല, സൂതി കർമ്മിണിക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നേഴ്സിന് അറിയത്തില്ല. സ്തോത്രം. സൂതി കർമ്മിണി എന്ന് പറഞ്ഞാൽ മിഡ്വൈഫ്സ്, നേഴ്സിന് അറിയത്തില്ല. കാരണം അന്ന് എക്സ്റേ ഇല്ല, അന്ന് സ്കാനിങ് ഇല്ല. മനുഷ്യർക്കാർക്കും അറിയാത്ത ഒന്ന് നിന്റെ ഉള്ളിൽ ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഓ കമാൺ, ഞാൻ ഫിസിക്കൽ അല്ല പറഞ്ഞ, സ്പിരിച്വലാ പറഞ്ഞത്. നിന്റെ അടുത്തിരിക്കുന്ന ആർക്കും അറിയാത്ത എന്തോ ഒന്ന് ദൈവം നിന്റെ ഉള്ളിൽ. ഓ ഹല്ലേലൂയ. എത്ര പേർ മനസ്സിലായി? എൻ്റെ അടുത്തിരിക്കുന്ന ആർക്കും അറിയാത്ത എന്തോ ഒന്ന് നിന്റെ ആത്മാവിൽ ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ബൈബിൾ പറയുന്നു അവളുടെ ഗർഭത്തിലെ ആ ശിശു വളർന്നു. സ്തോത്രം. ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ, നിന്റെ അകത്ത് എന്തോ വലിയൊരു പദ്ധതി ദൈവം സ്തോത്രം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ശുശ്രൂഷ നിന്റെ ഉള്ളിൽ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ വലിയ ദർശനം നിന്റെ ഉള്ളിൽ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അവളെ പ്രസവിക്കേണ്ട നേരമായി ആ ലേബർ റൂമിൽ അവളുടെ സ്തോത്രം പ്രസവിപ്പാനായി അവൾ കയറി. അവളുടെ ഡെലിവറി ആരംഭിക്കുമ്പോഴാണ് ഈ ദൂതിൻ്റെ യഥാർത്ഥ ഭാഗം ആരംഭിക്കുന്നത്. സ്തോത്രം. സൂതി കർമ്മിണി അവിടെയുണ്ട്. എൻ്റെ മുൻപിൽ വേറെ പല ഡോക്ടേഴ്സ് ഉണ്ട്, പല നേഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അവളുടെ ഒരു നേഴ്സ് അഥവാ സൂതി കർമ്മിണി അവിടെയുണ്ട്. ആ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് സ്തോത്രം അതേ ശിശുക്കൾ പുറത്തു വരികയാണ്. കാരണം രണ്ടുപേരാണ്. പക്ഷേ സ്തോത്രം തിരുവചനം പറയുന്നു ആ ശിശുക്കൾ പുറത്തു വരുമ്പോൾ ആദ്യം ഒരുത്തൻ തൻ്റെ തലയല്ല പുറത്തിട്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും അറിയാം, ശിശു ജനിക്കുമ്പോൾ ആദ്യം സ്തോത്രം കാല് വച്ച് സ്റ്റെപ്പ് ചവിട്ടിയല്ല പുറത്തിറങ്ങുന്നത്. ആദ്യം സ്തോത്രം കൈ പിടിച്ച് ആ സ്റ്റെയർ കേസിൻ്റെ അതേ ഹാൻഡ് റെയിലിംഗ് പിടിച്ച് കൈ പിടിച്ചല്ല കുഞ്ഞ് സ്തോത്രം പുറത്തേക്ക് വരുന്നത്. ആദ്യം ശിശുവിൻ്റെ എൻജിനീയേഴ്സാണ് പറയുന്നത്. ഡോക്ടേഴ്സ് പറയുമെന്ന് വിചാരിച്ചു, അവർ മിണ്ടുന്നില്ല. എൻജിനീയേഴ്സ് അവന്മാരെന്നാ സ്തോത്രം അതേ ഡെലിവറി എൻജിനീയർ പഠിച്ച്. കമാൺ, ഐ ഡോണ്ട് നോ, എന്നെ കണ്ടിട്ട് പോകണം. സ്തോത്രം. അതേ നോക്ക്. സ്തോത്രം. അതേ ശിശുവിൻ്റെ തലയാണ് പുറത്ത് വരേണ്ടത്. തലയാണ് പുറത്ത് വരുന്നത്. എന്തോ പുറത്ത് വരേണ്ടത് പറഞ്ഞെന്ന് പറഞ്ഞാൽ തലയാണ് പുറത്ത് വരേണ്ടത്. നമ്മുടെ കുഴപ്പം, നമ്മുടെ തല 1942 ഇപ്പോഴും കിടക്കുക. നമ്മുടെ തല പുറത്ത് വന്നിട്ടില്ല. നമ്മുടെ തല പഴയതിൽ തന്നെ ഉടക്കി നിൽക്കുകയാണ്. നമ്മുടെ തല പഴയതിൽ തന്നെ ഇരിക്കുകയാണ്. സ്തോത്രം. അതേ ആ ചെറിയ ലോകത്തിൽ നിന്ന് ഈ വലിയ ലോകത്തിലേക്ക് നിൻ്റെ തല പുറത്ത് വരണം. നിൻ്റെ തല പുറത്ത് വന്നാൽ ഒരു വലുതും വിശാലവുമായ ലോകത്തിലാണ് ദൈവത്തിൻ്റെ കൃപയാൽ നീ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, മനസ്സെവിടെ ഇരിക്കുന്നു? പെട്ടെന്ന് ചോദിക്കുക, മനസ്സെവിടെ ഇരിക്കുന്നു? മനസ്സെവിടെ ഇരിക്കുന്നു? പഴയതിലാണോ മനസ്സിരിക്കുന്നത്? പഴയതിലല്ല മനസ്സിരിക്കേണ്ടത്. സ്തോത്രം. അതേ പുതിയതിലാണോ മനസ്സിരിക്കുന്നത്? പക്ഷെ ഇവിടെ സംഭവിച്ചതായ കാര്യമെന്ന് പറയുന്നത് സ്തോത്രം ഒരു പിള്ള, ഒരു കുഞ്ഞ്, ഒരു പിള്ള എന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒരു പിള്ള, അതായത് ഒരു കുഞ്ഞ്. സ്തോത്രം. അവൻ ആണാണോ പെണ്ണാണോ അറിയത്തില്ല. ചുരുണ്ടമുടിയാണോ നീളമുടിയാണോ അറിയത്തില്ല. ഉണ്ടക്കണ്ണാണോ ചൈനീസ് കണ്ണാണോ അറിയത്തില്ല. അവൻ്റെ ഒരു കൈ മാത്രമാണ് സ്തോത്രം അവർ കണ്ടത്. ആ സൂതി കർമ്മിണി നോക്കുമ്പോൾ അവനൊരു കൈ മാത്രം പുറത്തേക്കിട്ടു. ബ്രദർ സുരേഷ് ബാബു, അതെന്തോ പരിപാടിയാണ് അവൻ കൈ പുറത്തേക്കിട്ടത്? മക്കളെ കേൾക്ക്. സ്തോത്രം. ആ കൈ പുറത്തേക്കിട്ടത് അത് അവൻ്റെ ഈ ലോകത്തിലെ അപ്പൻ്റെ സ്വഭാവമാണ്. മറ്റേ സഹോദരനെ വിറ്റ് മറ്റേ 20 വെള്ളിക്കാശ് അടിച്ചു മാറ്റിയ എനിക്കെന്തോ കിട്ടും എന്ന് പറയുന്ന, എനിക്കെന്തോ കിട്ടും, നമുക്കെന്തോ തടയും, ആരാധിക്കുമ്പോൾ വിടുതൽ, സ്തോത്രം, നമുക്കെന്തോ കിട്ടും എന്ന് പറയുന്ന, നമുക്കെന്തോ കിട്ടും എന്ന് പറയുന്ന കൈയാണ് അവൻ പുറത്തിട്ടത്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മീയ ലോകത്തിൽ സ്തോത്രം നീ പഠിക്കേണ്ടത്, നീ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് കൈ പുറത്തിട്ട് അതേ കൊട്ടക്കണക്കിനും കണക്കിനും വാരുന്ന പരിപാടിയല്ല. നിന്റെ തല പുറത്തേക്കെടുത്ത് പുതിയൊരു ലോകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. കൈ പുറത്തേക്കിട്ടത് അതൊരു ഓർഡറല്ല, അതൊരു ഡിസോർഡറാണ്, അതൊരു ക്രമമല്ല. യഥാർത്ഥ ക്രമം എന്ന് പറയുന്നത് തലയാണ് പുറത്തു വരേണ്ടത്. എല്ലാവരും പറഞ്ഞാട്ടെ ഓർഡർ. പെട്ടെന്ന് പറഞ്ഞാട്ടെ ഓർഡർ. ഒരു ക്രമമുണ്ട്. ദൈവത്തിനൊരു ക്രമമുണ്ട്. ഡിസൈപ്പിളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. ഇത് ക്രമം കെട്ടവരുടെ പുസ്തകമല്ല, ഇത് ക്രമമുള്ളവരാണ് ഈ പുസ്തകം ഉയർത്തേണ്ടത്. ഓ കേട്ടില്ല ഒരിക്കലും ആരും മിണ്ടുന്നില്ലല്ലോ. തമ്പുരാന് ഇത്രയും പെർസെൻറ്റേജ് ക്രമം ഇല്ലാത്തവരുണ്ടെന്ന് ഇപ്പോഴാദ്യം
ആദ്യമായിട്ടാണ് മനസ്സിലായി. ഇത് ക്രമം കെട്ടവരല്ല ഈ പുസ്തകം ഉയർത്തേണ്ടത്, ക്രമത്തിൽ ജീവിക്കുന്നവരാണ് ഈ പുസ്തകം ഉയർത്തേണ്ടത്. അപ്പോൾ ചിലർ ചോദിക്കും, സ്തോത്രം, ക്രമം ഇല്ലെങ്കിൽ എൻ്റെ ആത്മീയം എന്താകും? ക്രമമില്ലെങ്കിൽ അതിൻ്റെ പേരാണ് അക്രമം. ഓ കമാൻ, ക്രമം ഇല്ലെങ്കിൽ അതിൻ്റെ പേരാണ് അതിക്രമം അല്ലെങ്കിൽ അക്രമം. അക്രമികൾ ചേർക്കാനല്ല യേശു വരുന്നത്, ക്രമത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഹിസ്കിയാവിനെ നോക്കി തമ്പുരാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ പള്ളിക്കാര്യം ക്രമത്തിലാക്ക എന്നല്ല പറഞ്ഞത്, നിന്റെ പാസ്റ്റർ ക്രമത്തിലാക്ക് എന്നല്ല പറഞ്ഞത്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക്, നിന്റെ കാര്യം ക്രമത്തിലാക്ക്, നിന്റെ പോയി അമ്മ എന്നെ സൂക്ഷിക്കുക. സ്തോത്രം, അതെ, നിന്റെ കാര്യം ക്രമത്തിലാക്ക്. ഹല്ലേലൂയ, നീ ക്രമത്തിലാക്ക്. കാരണം സ്തോത്രം, അതെ, അവൻ കൈ പുറത്തേക്കിട്ടത് സ്തോത്രം അതെ ക്രമത്തിലല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതവന്റെ അപ്പന്റെ സ്വഭാവമാണ്, അതൊരു വെയിൻ ട്രഡീഷൻ ആണ്. ഇന്ന് പകൽക്കാലം കുടുംബത്തിലുള്ള എല്ലാ തിന്മയുടെ സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം, അതെ, കുടുംബത്തിൽ നിന്നുള്ള സകല തിന്മയുടെ സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ഇന്ന് പകൽക്കാലം സമൂഹം തന്ന സകല തിന്മകൾ ഇറങ്ങിപ്പോകട്ടെ. സ്തോത്രം പറ. അമ്മ പഠിപ്പിച്ചത്, അപ്പൻ പഠിപ്പിച്ചതായ സകല ക്രമങ്ങളും, ഓ സ്തോത്രം, അതെ, സകല തിന്മയുടെ ക്രമങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ ഇറങ്ങിപ്പോകട്ടെ. സ്തോത്രം. മാത്രമല്ല, ആ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എന്നെ പഠിപ്പിച്ചതായ കാര്യം, അവൻ കൈയാണ് പുറത്തിട്ടത്, തലയല്ല ആദ്യം കാണിച്ചത്, കൈയാണ് പുറത്ത് കാണിച്ചത്. തല കാണിക്കത്തില്ല. ചില ചെകുത്താനിതാണ്, ചില സാത്താനിതാണ്, തല കാണിക്കത്തില്ല, കൈയാണ് പുറത്തിടുന്നത്. എൻ്റെ അടുത്ത് ചിലർ വരാറുണ്ട് കേട്ടോ, ഇപ്പോൾ അല്ല, പണ്ട് വർഷങ്ങൾക്കും എൻ്റെ അടുത്ത് ചിലർ വരാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ, തല കാണിക്കത്തില്ല, ഞാൻ പറയല്ലേ കേട്ടോ, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ പുള്ളി കേൾക്കും. നിങ്ങൾ രണ്ട് കൊടുക്കണം പുള്ളിക്കിട്ട്. സ്തോത്രം, അതെ, തല കാണിക്കത്തില്ല. സ്തോത്രം, അതെ, കയ്യേ കാണിക്കത്തുള്ളൂ. സ്തോത്രം. പന്ന പിശാചെ, നീ തല കാണിക്കാത്തത് എന്തെന്നറിയോ? ഞാൻ നന്നായിട്ടൊന്ന് പറയട്ടെ. നീ തല കാണിക്കാത്തത്, എൻ്റെ അപ്പച്ചൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ തലയെ കാൽവരി ക്രൂശിന്മേൽ വെച്ച് തകർത്തത് കൊണ്ടാണ്. നിന്റെ തല തകർന്നത് കൊണ്ട് നീ ഒരിക്കലും തല കാണിക്കത്തില്ല. അപ്പൊ മനസ്സിലായോ? നിന്റെ വീട്ടിൽ വന്ന് നമ്മൾ പറഞ്ഞെന്ന് അവരറിയണ്ട കേട്ടോ, നമ്മൾ ഇങ്ങനെ സംസാരിച്ചെന്ന് അവരറിയണ്ട കേട്ടോ. സ്തോത്രം. തല കാണിക്കത്തില്ല, കൈ മാത്രമേ കാണിക്കത്തുള്ളൂ. കൈ കൊണ്ട് ഒരു കൈക്രിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ ദുരാത്മ ശക്തികളെ ഞാൻ തലോടുകയല്ല, വചനം കൊണ്ട് ഞാൻ വെട്ടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തല കാണിക്ക്, നിന്റെ കൈയല്ല കാണിക്കേണ്ടത്. എല്ലാ കാപട്യത്തിന്റെ പിശാചും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. കൈയാണ് കാണിച്ചത്. എന്നാൽ സ്തോത്രം, ആത്മീയ പോരാട്ടമാണത്. സ്തോത്രം. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ, നിന്റെ സമാധാനത്തിനെതിരെ കൈയാണ് കാണിച്ചത്. അവൻ തല കാണിച്ചില്ല. എന്നാൽ കൈ പുറത്ത് വന്നപ്പോൾ കയ്യിൽ എന്തേലും ഉണ്ടായിരുന്നോ? നോ, കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒഴിഞ്ഞ കൈയായിരുന്നു. തിരുവനന്തപുരം ദേശാധിപതി ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ. സ്തോത്രം. നിന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം എന്താ? കൊലോസ്യർ 2:14-15 പറയുന്നു, വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വായിപ്പിച്ച്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഡിസാംഡ്. അവന്റെ കയ്യിൽ ആയുധം ഇല്ല, ശത്രുവിന്റെ കയ്യിൽ ആയുധം ഇല്ല. ഓ കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ശത്രുവിന്റെ കയ്യിൽ ആയുധം ഇല്ല, എന്നാൽ നിന്റെ കയ്യിൽ ആയുധം ഉണ്ട്. ഓ ഹല്ലേലൂയ. സ്തോത്രം. ചുറ്റും ഇരിക്കുന്ന 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മുടെ കയ്യിൽ ആയുധമുണ്ട്. പെട്ടെന്ന് പറഞ്ഞാട്ടെ. ആ ഉറങ്ങിയിരിക്കുന്ന അങ്കിളിനെ തട്ടി എണീപ്പിച്ച് പറഞ്ഞാട്ടെ, സ്തോത്രം, നിന്റെ കയ്യിൽ ആയുധമുണ്ട്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നിന്റെ കയ്യിൽ ആയുധമുണ്ട്. യേശുവിന്റെ രക്തം നിന്റെ ഒരു ആയുധമാണ്. യേശുവിന്റെ നാമം നിന്റെ ഒരു ആയുധമാണ്. ദൈവത്തിന്റെ വചനം നിന്റെ ഒരു ആയുധമാണ്. ഇന്ന് പകൽക്കാലം ഈ കൈക്രിയ നിന്റെ കയ്യിലിരുന്നാൽ മതി. ഈ തല കാണിക്കാതെ നിന്റെ കൈക്രിയ നിന്റെ കയ്യിലിരുന്നാൽ മതി. സാത്താനെ, നീ തോറ്റവനാണ്. സത്യം ഞാൻ കെട്ടുന്നു. സത്യം അരക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാല് ചെരുപ്പായി ഇട്ട്, വിശ്വാസം എന്ന പരിച ഏറ്റെടുത്ത്, രക്ഷ എന്ന ശിരസ്സം അണിഞ്ഞ്, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളിനെ കൈക്കൊള്ളുന്നു. എനിക്കെതിരെ വരുന്ന ആയുധം ഫലിക്കയില്ല. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്.
ഓ മറഞ്ഞിരുന്ന് നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് അവൻ്റെ കൈ മാത്രമാണ് കാണിക്കുന്നത്. നിന്റെ ഓഫീസിൽ നിനക്കെതിരെ വരുന്ന കൈക്രിയ, നിന്റെ പ്രൊഫഷനിൽ നിനക്കെതിരെ കടന്നു വരുന്ന കൈക്രിയ, തല വേറെ എങ്ങാണ്ടാണ് നിനക്കെതിരെ കടന്നു വരുന്ന കൈക്രിയ. യേശുവിന്റെ നാമത്തിൽ ഗൂഢാലോചനകൾ പൊളിയുകയാണ്. ഇന്ന് തൽക്കാലം പിശാചേ, ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ, നീ പിന്നിൽ വന്നാ മതി, നീ പിന്നിൽ വന്നാ മതി. നീ എൻ്റെ മുൻപിൽ കൈ കാണിക്കണ്ട. ഓ താര കേട്ടെ, നീ എൻ്റെ മുൻപിൽ കൈ കാണിക്കണ്ട. എൻ്റെ മുൻപിൽ കൈ കാണിച്ചു നിൽക്കുന്ന വേറെ ഒരുവനുണ്ട്. ആ കയ്യിൽ ഒരു ആണിപ്പഴുത് എനിക്ക് കാണുവാൻ കഴിയും. ഓഹോ, ആ കയ്യിൽ ഒരു ആണിപ്പഴുത്, ആ കയ്യിൽ ഒരു ആണിപ്പഴുത് എനിക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എന്റെ മുൻപിൽ നിൽക്കുന്ന സകല വൃത്തികെട്ട കൈകളും ഇന്ന് പകൽക്കാലം get behind me, എന്റെ പിൻപിൽ പോയി. അതിന്റെ തടയല്ല കുട്ടിയെ തടയല്ല, ആ മാരേജ് തടയല്ല, ആ പ്രൊമോഷൻ തടയല്ല, ആ അഭിഷേകം ശുശ്രൂഷ തടയല്ല, ആ ഉയർച്ച തടയല്ല, ആ സ്പിരിച്വൽ ഗ്രോത്ത് തടയല്ല. Get behind me, get behind me, get behind. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഓ സ്തോത്രം. നിങ്ങൾ ചോദിക്കും, മകളെ അങ്ങനെ തിന്മയുടെ കൈ ഇങ്ങനെ എനിക്ക് മുൻപിൽ വന്ന് നീട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ സുതി കർമ്മിണി കാണിച്ചു തന്നത് അവളൊരു സ്കാർലറ്റ് എടുത്ത് ഒരു ചുവന്ന ചരട്, എല്ലാവരും പറഞ്ഞാട്ടെ ചുവന്ന ചരട്. ഓ എല്ലാവരും പറഞ്ഞു, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, ചുവന്ന ചരട്. എല്ലാവരും പറ ചുവന്ന ചരട്. ഇന്ന് ചുവപ്പ് ധരിച്ചു വന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. പാർട്ടി സമ്മേളനം കഴിഞ്ഞത് കൊണ്ടാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്ന ചുവപ്പ് AKG സെന്ററിൻ്റെ ചുവപ്പല്ല. ഞാൻ പറയുന്ന ചുവപ്പ് CPMൻ്റെ ചുവപ്പല്ല. ഞാൻ പറയുന്ന ചുവപ്പ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു മുൾക്കീഴത്തിന് താടിൽ 6 മണിക്കൂർ നേരം തൂങ്ങി നിന്നപ്പോൾ ഒഴുകി ഇറങ്ങിയതായ രക്തത്തിൻ്റെ ചുവപ്പ്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. വാ തുറന്ന് പറ, കരങ്ങളി അടിച്ച് യേശുവിന്റെ രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. വണ്ടി കയറുമ്പോൾ വണ്ടി തൊട്ടിട്ട് പറയണം യേശുവിന്റെ രക്തം. എല്ലാ ദിവസവും ഡ്രസ് ചെയ്യുമ്പോൾ ഡ്രസ്സിനെ എടുത്തിട്ട് ഞാൻ പറയും, ഒരു ഇസബേലും കാണാതിരിക്കുക, യേശുവിന്റെ രക്തം. അല്ലെങ്കിൽ വണ്ടിയിൽ കയറുമ്പോൾ പറയണം യേശുവിന്റെ രക്തം. പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ പറയണം സ്റ്റേ യേശുവിന്റെ രക്തം. ഐ സ്റ്റേ റൈറ്റ് അണ്ടർ ദ മേക്കപ്പ്. അല്ല, മേക്കപ്പിലല്ല നീ പൊതിയേണ്ടത്, 4.5 ഇഞ്ച് കട്ടിയുള്ള പുട്ടിയിലല്ല നീ പൊതിയേണ്ടത്, യേശുവിന്റെ രക്തത്തിലാണ് നീ പൊതിഞ്ഞിരിക്കേണ്ടത്. യേശുവിന്റെ രക്തത്തിൽ. ഐ സ്റ്റേ റൈറ്റ് അണ്ടർ ദ ബ്ലഡ്, ഐ സ്റ്റേ റൈറ്റ് അണ്ടർ ദ ബ്ലഡ്. എല്ലാ വീട്ടിലും യേശുവിന്റെ രക്തം, എല്ലാ സീറ്റിലും യേശുവിന്റെ രക്തം, എല്ലാ ഓഫീസിലും യേശുവിന്റെ രക്തം, എല്ലാ വിശ്വാസിയിലും യേശുവിന്റെ രക്തം. കരങ്ങളെ അടിച്ചാരാധിച്ചാണ്. ഓ കം ഓൺ, ഹല്ലേലൂയ, 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 സ്തോത്രം. നിങ്ങൾ ചോദിക്കും, മകളെ ഈ ചുവന്ന ചരട് കെട്ടിയാൽ എന്താ ചെയ്യുന്നത്? ഈ യേശുവിൻ്റെ രക്തം പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പലപ്പോഴും നമുക്കറിയത്തില്ല ഇതിൻ്റെ മഹത്വം എന്ന്. പക്ഷേ മറ്റൊരു അന്യമതത്തിൽപ്പെട്ടവൻ ഭയങ്കരമായിട്ട് മന്ത്രവാദം പഠിക്കാൻ പോയി. മറ്റൊരു അന്യമതത്തിൽപ്പെട്ടവൻ അവനെല്ലാം മന്ത്രവാദം പഠിച്ച് SSLC ലെവൽ കഴിഞ്ഞ്, അതേ സ്തോത്രം എന്ന് പറഞ്ഞാൽ 10th ഗ്രേഡ്, നിങ്ങൾക്കറിയത്തില്ല, 10th ഗ്രേഡ് കഴിഞ്ഞ് കോളേജ് ലെവൽ കഴിഞ്ഞ് മന്ത്രവാദത്തിൽ അവൻ PhD എടുക്കുന്ന അവസാനത്തെ അവൻ്റെ ക്ലാസ് നടന്നിട്ടിരുന്നപ്പോൾ അവൻ്റെ ഗുരുക്കന്മാരെ ഗുരു, മന്ത്രവാദത്തിന്റെ ഗുരു ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ആർക്കിട്ട് വേണോ പണിതോ, നിന്റെ മന്ത്രവാദം നീ ആർക്കിട്ട് വേണോ പണിതോ, പക്ഷെ ഒരു പാർട്ടിക്കിട്ട് മാത്രം പണിയല്ല. ഒരു പാർട്ടിക്കിട്ട്, എനിക്ക് ചിരി വരിക, ഒരു പാർട്ടിക്കിട്ട് മാത്രം പണിയല്ല. നീ ആർക്കിട്ട് വേണോ പണിതോ, ഒരു പാർട്ടിക്ക് മാത്രം ഇട്ട് പണിയല്ല. അത് ആർക്കിട്ടാണ് പണിയല്ല എന്നവൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഈ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്കിട്ട് നീ പണിയല്ല, അവർക്കിട്ട് നീ പണിതാൽ അവർക്കത് ഫലിക്കത്തില്ല എന്ന് മാത്രമല്ല, നിന്റെ തലമേൽ 7 ഇരട്ടിയായി അത് വന്ന് തിരിച്ചടിക്കുകയും ചെയ്യുക. അത് അവരുടെ നേരെ ഫലിക്കത്തില്ല എന്ന് മാത്രമല്ല, അത് 7 മടങ്ങായി ചെയ്യുന്നവനിട്ട് തിരിച്ചു വരുമെന്ന്. കാരണം നീ ചക്ക അരക്കല്ല, നീ താമ്രഭിത്തിയാണ്. യേശുവിന്റെ നാമത്തിൽ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തം. അങ്ങനെയല്ല, 2 കരങ്ങൾ ഉയർത്തി വായി തുറന്ന ശക്തിയോടെ പറ, യേശുവിന്റെ രക്തം. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞോട്ടെ, ജയത്തോടെ പറഞ്ഞോട്ടെ,
തിരുവനന്തപുരം ജില്ലയിൽ വ്യാപരിക്കുന്ന സകല ദുരാത്മ ശക്തികൾ ഇന്ന് പകൽക്കാലം അറബിക്കടലിൽ ചാടി പോകട്ടെ. Because there is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ചുവന്ന ചരട് കെട്ടിയതും കൈ അപ്രത്യക്ഷമായി. ഈ 3-ാം തീയതി ഞാൻ പറയട്ടോ, നാളെ നീ ഓഫീസിൽ ചെല്ലുമ്പോൾ കറുത്ത കൈ അവിടെ കാണത്തില്ല. ഹല്ലേലൂയ. കേൾക്കുന്ന ആമേൻ പറഞ്ഞേ. അടുത്ത ദിവസങ്ങൾ ആ കൈ അവിടെ കാണുകയില്ല. ആ തിന്മയുടെ കരങ്ങൾ അവിടെ കാണുകയില്ല. അത് കാണുകയില്ല. അത് ചർച്ചിൽ നിന്ന് പുറത്തു വന്നാലും ചർച്ചിൽ നിന്ന് അകത്ത് വന്നാലും സകല തിന്മയുടെ കൈകളെ എന്റെ ദൈവം അപ്രത്യക്ഷമാക്കുന്നു. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. മുന്നമേ മറ്റവൻ എടുത്ത് ചാടിയപ്പോ സ്തുതി കർമ്മിണി പറഞ്ഞത് ഇതാണ്, ഈ പിള്ള പുറത്തു വരുവാൻ വേണ്ടി പോകുകയാണ്. അവനിതാ പുറത്തു വരുവാൻ വേണ്ടി പോകുകയാണ്. തലയല്ല പുറത്തു വന്നത്, കൈയാണ് പുറത്തു വന്നത്. അവനിതാ പുറത്തു വരുവാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഡിസോർഡറായി നടക്കുന്നവനല്ല മുന്നിൽ പോകുന്നവൻ, ഓർഡറിൽ നിൽക്കുന്നവനാണ്. ഓർഡറിൽ അങ്ങനെയുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഓർഡറിൽ പോകുന്നവനാണ് മുന്നിൽ പോകാൻ പോകുന്നവൻ. ക്രമം തെറ്റി സ്തോത്രം ഡിസോർഡറിൽ ജീവിക്കുന്നവനല്ല മുന്നിൽ പോകുന്നത്. ഓർഡറിൽ നിൽക്കുന്ന സഭ മുന്നിൽ പോകുക. ഞാൻ പറയുന്നത് ഓർഡറിൽ നിൽക്കുന്ന സൺഡേ ക്ലബ് എന്നല്ല, ഡിസോർഡറിൽ നിൽക്കുന്ന സൺഡേ ക്ലബ് എന്നല്ല, പുസ്തകത്തിന്റെ ഓർഡറിൽ നിൽക്കുന്ന ദൈവസഭ. അതോ ദൈവത്തിന്റെ കൃപയാൽ ഏറ്റവും മുന്നിൽ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. 3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, തോളിൽ കുലുക്കി പറഞ്ഞാട്ടെ, നമ്മൾ മുന്നേ പോകണം. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നമ്മൾ മുന്നേ പോകണം. നമ്മൾ മുന്നേ പോകണം. ഒരങ്കിൾ മാത്രം എഴുന്നേറ്റു, ഞാൻ മുട്ടായി മേടിച്ച് തരാം, ഈ സെഷൻ കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ടേ പോകാവൂ. സ്തോത്രം. അതേ, ബാക്കിയുള്ള എല്ലാം കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ആയിരുന്നപ്പോൾ ഒരാളെങ്കിലും എൻ്റെ ദൂത് ഏറ്റെടുക്കാൻ ഉള്ളതിനായി സ്തോത്രം. 2 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, നമ്മൾ മുന്നിൽ പോകുന്നവരാണ്. പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ മുന്നിൽ പോകുന്നവരാണ്. ബാരിയേഴ്സ് ഉടയ്ക്കപ്പെടുന്ന, തടസ്സങ്ങൾ തകരുന്ന ഈ പകലാണ്.